മതവിശ്വാസികളും ചില പള്ളിയിൽ അച്ഛന്മാരും കാരണം ആ കുടുംബത്തിന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതായത് ഒരു അമ്മയും 2 പെൺമക്കളും. ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യാ കേസിൽ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാട്സപ്പ് ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ നിർണായക തെളിവായിരിക്കുന്നത്. അടുത്ത സുഹൃത്തിന് മരിക്കുന്നതിന് മുമ്പ് ഷൈനി അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറം ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. മരിച്ച ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചുവെന്ന് ശബ്ദ സന്ദേശത്തിൽ നമുക്ക് വ്യക്തമാകാം. പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തത് ഷൈനിയെ അസ്വസ്ഥയാക്കിയിരുന്നു. മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാമെന്നായിരുന്നു ഷൈനി കരുതിയത്. എന്നാൽ കിണഞ്ഞു ശ്രമിച്ചിട്ടും ഇവർക്ക് നാട്ടിൽ ജോലി കിട്ടിയിരുന്നില്ല. വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ജോലിയിലെ മുൻപരിചയക്കുറവ് കാരണം അതും സാധ്യമായില്ല. ഇതിനു പുറമെ വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും ഷൈനി വ്യക്തമാക്കുന്നുണ്ട്. പലതവണ നോട്ടീസ് അയച്ചിട്ടും ഭർത്താവ് നോബി അത് കൈപ്പറ്റിയിരുന്നില്ല. ഫെബ്രുവരി 17-ന് കോടതിയിൽ വിളിച്ചിട്ടും നോബി എത്തിയിരുന്നില്ല. കേസ് നീണ്ടുപോകുമെന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ഷൈനി സുഹൃത്തിനോട് വെന്തുരുക്കി പറയുന്നു. ഷൈനിയുടെ ഭർത്താവ് നോബിയെ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത്. ഏറ്റുമാനൂരിന് സമീപം പാറോലിക്കലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നടക്കുന്നത്. റെയിൽവേ പാളത്തിലേക്ക് ചാടിയ അമ്മയും മക്കളും ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്നും മാറിയിരുന്നില്ല. അമ്മയെ ചേർത്ത് പിടിച്ചാണ് 2 മക്കളും പാളത്തിൽ നിന്നത്. പിന്നാലെ ട്രെയിൻ ഇവരെ ഇടിച്ച് കടന്നു പോവുകയായിരുന്നു. ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് ഷൈനിയും മക്കളുമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചന്റ് നേവി ജീവനക്കാരനാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 9 മാസമായി ഷൈനിയും 2 മക്കളും പാറോലിക്കിലെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇവരുടെ മറ്റൊരു മകനായ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. BSc നഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു. അതേസമയം നോബിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പലപ്പോഴായി ശ്രമിച്ചതായി ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും വലിയ നടപടികളൊന്നും ആരും സ്വീകരിച്ചില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അവർക്ക് കൃത്യമായ സംരക്ഷണം നൽകാതിരുന്നതായി പരാതികളുണ്ട്. യഥാർത്ഥത്തിൽ ഷൈനിയുടെ മരണത്തിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ്. നിയമങ്ങൾ സംരക്ഷിക്കേണ്ട പോലീസുകാരോ അല്ലെങ്കിൽ നിയമ സംരക്ഷണമോ കൃത്യമായി ഷൈനിക്ക് ലഭിച്ചിരുന്നില്ല. മതവിശ്വാസികളും ചില പള്ളിയിൽ അച്ഛന്മാരും കാരണം ആ കുടുംബത്തിന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതായത് ഒരു അമ്മയും 2 പെൺമക്കളും. ഒരു പരിധിവരെ അവർക്കൊരു സംരക്ഷണം നൽകിയിരുന്നുവെങ്കിൽ, നമ്മളെല്ലാം അവർക്ക് വേണ്ടി നിന്നിരുന്നുവെങ്കിൽ, ഈ ഒരു ദുരിത യാതന നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ഒരു 3 പേർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായേനെ. നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാണ് ഈ ഒരു കേസിൽ. അതിനാൽ മരിച്ചവർക്ക് കൃത്യമായ നീതി കിട്ടണമെങ്കിൽ ഭർത്താവിന് തക്കതായ ശിക്ഷ തന്നെ നിയമം കൊടുക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ആ 3 ജീവനും വീണ്ടും ഇല്ലാതായതിനും ആത്മാവിന് ശാന്തി കിട്ടാത്ത ഒരവസ്ഥ എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്.